ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. ബൈബിളിലെ 49-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 10-ാമത്തെ പുസ്തകവുമായ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. എഫേസ്യ സഭ സ്ഥാപിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. തൻ്റെ മിഷണറി യാത്രയിൽ 3 വർഷത്തോളം എഫേസ്യയിൽ താമസിച്ച് താൻ അവിടെ സുവിശേഷം അറിയിച്ച ചരിത്രം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. തുറന്നോസിൻ്റെ പാഠശാലയിൽ 2 സംവത്സരം നടന്ന സംവാദവും അതിൻ്റെ ഫലമായിട്ട് ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായതും പൗലോസ് മുഖാന്തരം നടന്ന അസാധാരണമായ വീര്യപ്രവൃത്തികളുമെല്ലാം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുൻപാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുർന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചും പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരുമെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുവാനിടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുകയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഈ വായിച്ച വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏഷ്യ അല്ലെങ്കിൽ ആസ്യയിൽ പാർക്കുന്ന എല്ലാവരും യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. അങ്ങനെ അവരുടെ ഇടയിൽ 2 കൊല്ലത്തോളം തുറന്നോസിൻ്റെ പാഠശാലയിലും അല്ലാതെയും ഏതാണ്ട് 3 വർഷം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സഭ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊരു വിടവാങ്ങൽ സന്ദേശം നൽകി. ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ് പൗലോസ് അവരെ വിട്ട് പിരിയുന്നത് നമുക്ക് കാണാം. 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം തൽക്കാലം വായിക്കാം. നമുക്ക് 17-ാം വാക്യം. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് താഴെയുള്ളത്. 38-ാം വാക്യവും കൂടെ വായിച്ചാൽ 38-ാം വാക്യം. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. കപ്പലോളം അവനോട് കൂടെ വന്ന് അവനെ യാത്ര അയച്ചു. ഇങ്ങനെയാണ് എഫേസ്യ സഭയിൽ നിന്ന് പൗലോസ് യാത്രയായത്. മനസ്സിലായല്ലോ. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഏതാണ്ട് 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തടവിലായി, റോമൻ തടവിലായി. തടവിൽ കിടന്നപ്പോൾ രചിച്ച ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരാഗ്രഹ ലേഖനങ്ങൾ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലെമോൻ എഴുതിയ ലേഖനം. ഈ 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. തടവിൽ കിടന്നപ്പോൾ തന്നെ സന്ദർശിച്ച തിഹിക്കോസ് വശം ആണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം കൊടുത്തയച്ചത്. 6-ാം അധ്യായത്തിൻ്റെ എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിഹിക്കോസ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുവെന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. ഫിലിപ്പിയയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഫിലിപ്പിയയിൽ നിന്ന് പൗലോസിനെ സന്ദർശിച്ച എപ്പഫ്രാദിത്തോസ് വഴിയാണ് ഫിലിപ്പിയ ലേഖനം കൊടുത്തുവിട്ടത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിലിപ്പിയർ 4:18 നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 4:18. എനിക്ക് ഇപ്പോൾ വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി എപ്പഫ്രദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. കൊലോസ്യയിൽ നിന്ന് തന്നെ സന്ദർശിച്ച എപ്പഫ്രാസ് വശമാണ് കൊലോസ് ലേഖനം കൊടുത്തയച്ചത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും. ഈ ആളുകൾ വശമാണ് ലേഖനങ്ങൾ കൊടുത്തയച്ചത്. എന്നാൽ തടവിൽ താൻ കണ്ടുമുട്ടി രക്ഷയിലേക്ക് നയിച്ച ഒനേസിമോസ് വശമാണ് ഫിലെമോൻ എഴുതിയ ലേഖനം കൊടുത്തയച്ചത്. ഫിലെമോൻ 1 അധ്യായം മാത്രമേ ഉള്ളൂ.
10-ാം വാക്യം നമുക്ക് വായിക്കാം. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് 4 ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ നിന്ന് അയച്ചതുകൊണ്ട് അവ ഒരുമിച്ച് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ മനോഹരവും ആഴമായ ആത്മീയ സത്യങ്ങളുടെ അടിത്തട്ടിലേക്ക് നമ്മെ എത്തിക്കുന്നവയുമാണ് എന്ന് മറന്നു പോകരുത്. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രധാന ചിന്ത അല്ലെങ്കിൽ മുഖ്യ വിഷയം എന്ന് പറയുന്നത് സഭ എന്നതാണ്. എന്താണ് സഭ? എങ്ങനെയാണ് സഭ പ്രവർത്തിക്കേണ്ടത്? ഒന്നാമത്, സഭ ഒരു സംഘടനയല്ല, പ്രത്യുത ഒരു ശരീരമാണ്. ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ ബട്ട് ആൻ ഓർഗനിസം. അതാണ് ആദ്യം എടുത്ത് പറയുന്നത്. ശരീരം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. വിശ്വാസികൾ ഓരോരുത്തരും ഈ ശരീരത്തിലെ ശരീര അവയവങ്ങൾ ആണ്. ഇനി നമ്മളൊന്നുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ, പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രന് കഷ്ടപ്പെടുവാനും നമുക്ക് പകരം ക്രൂശിൽ യാഗമാകുവാനും ഒരു മനുഷ്യ ശരീരം നൽകിയിരുന്നു. അതുപോലെ തന്നെ തേജസ്കരണത്തിനായി മാർമികമായ ഒരു ശരീരം ദൈവം അവന് നൽകി. അതാണ് സഭ എന്ന് പറയുന്നത്. വിശ്വാസ നീതീകരണത്തെക്കുറിച്ച് നമുക്ക് 2 ലേഖനങ്ങൾ ലഭിച്ചല്ലോ. ഏതൊക്കെയാണ്? റോമാലേഖനവും ഗലാത്യ ലേഖനവും. അതുപോലെ സഭയെക്കുറിച്ചും 2 സുന്ദര ലേഖനങ്ങൾ പൗലോസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒന്ന് എഫേസ്യ ലേഖനം, മറ്റേത് കൊലോസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിൽ ശരീരമായ സഭയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. അത് അനാദികാലം മുതൽ സർവവും സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ്. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ചാട്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ കണ്ടോ? അനാദികാലം മുതൽ സർവവും സൃഷ്ടിച്ച ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് സഭയെന്ന് പറയുന്നത്. എന്നാൽ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നതും അതിൻ്റെ വില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയതും പുത്രനായ ദൈവമാണ്. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കർത്താവ് നമുക്ക് പകരം അവൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് തൻ്റേതാക്കിയതെന്ന്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കണ്ടോ? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എന്നാൽ ആ വീണ്ടെടുപ്പ് എനിക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു എന്ന മർമ്മം നമുക്ക് മനസ്സിലാക്കി തന്നത് പരിശുദ്ധാത്മാവാണ്. അത് 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണ് ഉള്ളത്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭ എന്ന് പറയുന്നത് ഗോഡ് ദ ഫാദർ പ്ലാൻഡ് ഇറ്റ്. ഇതെങ്ങനെ വേണമെന്നുള്ളതിൻ്റെ പദ്ധതി മുഴുവൻ ഇട്ടത് പിതാവായ ദൈവമാണ്. അതിന് വില കൊടുത്ത് ആ ശരീര അവയവങ്ങളായ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് പുത്രനാണ്. ദ സൺ പെയ്ഡ് ഫോർ ഇറ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എക്സിക്യൂട്ടഡ് ഇറ്റ്. അത് നടപടിയാക്കി നമുക്കിത് ബോധ്യപ്പെടുത്തി തന്ന് നമ്മളെ കൊണ്ടൊന്ന് ചേർത്തതും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നതും പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. അതുകൊണ്ടാണ് ഈ ത്രിയേക ദൈവം. പിതാവ് പ്ലാനിട്ടു, പുത്രൻ വില കൊടുത്തു, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇങ്ങനെ അനാദികാലം മുതൽ സർവ്വം സൃഷ്ടിച്ച ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് സഭ എന്ന് എഫേസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകെ ഈ ലേഖനത്തിന് 6 അധ്യായങ്ങളുണ്ട്. 1 മുതൽ 3 വരെയും 4 മുതൽ 6 വരെയും 2 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ വിഭജിക്കേണ്ടത്. 6 അധ്യായങ്ങൾ 2ആയിട്ട് വിഭജിക്കാം. ആദ്യത്തെ 3 അധ്യായങ്ങളും അവസാനത്തെ 3 അധ്യായങ്ങളും. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശപരമാണ്, ഡോക്ട്രിനലാണ്. അവസാനത്തെ 3 അധ്യായങ്ങൾ അല്ലെങ്കിൽ 1 മുതൽ 3 വരെ ഡോക്ട്രിനൽ, 4 മുതൽ 6 വരെ പ്രാക്ടിക്കൽ, ഉത്തരവാദിത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഉപദേശപരം എന്ന് പറയുമ്പോൾ ഈ സഭയെ സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചത്, ആത്മീയ സമ്പത്ത് സഭയ്ക്ക് നൽകിയത്, വിശ്വാസിക്ക് ക്രിസ്തുവിലുള്ള സ്ഥാനം, ഈ കാര്യങ്ങളെല്ലാം ആദ്യത്തെ 3 അധ്യായങ്ങളിലുണ്ട്. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മുടെ റെസ്പോൺസ്, ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ നിവർത്തിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം 4 മുതൽ 6 വരെയുള്ള അധ്യായത്തിൽ ഉണ്ട്. ചുരുക്കത്തിൽ 6 അധ്യായങ്ങളുള്ള ഈ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ 6 അധ്യായങ്ങളിലും സഭയുടെ സുന്ദരമായ 6 ചിത്രങ്ങളാണുള്ളത്. അതാദ്യം എന്താണെന്ന് പറയാം. 1-ാം അധ്യായത്തിൽ
ശരീരമായ സഭ. 1:23 നമുക്ക് വായിച്ചാൽ അതിൽ ശരീരമായ സഭ എന്നുള്ള ഭാഗം മാത്രം ശ്രദ്ധിച്ചാട്ട് 1:23 അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ചർച്ച് ഇസ് എ ബോഡി, ശരീരമായ സഭ. 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്നത് വിശുദ്ധ മന്ദിരമായ സഭ. അവനിൽ വിശുദ്ധ മന്ദിരമായ സഭ കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കണ്ടോ, വിശുദ്ധ മന്ദിരം. 1 ശരീരമായ സഭ, 2 വിശുദ്ധ മന്ദിരമായ സഭ. 3-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മർമ്മമായ സഭ. 3:9 അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം. അതാണ് സഭ മർമ്മമായിട്ട് മറഞ്ഞു കിടന്നു. 4-ാം അധ്യായത്തിൽ പറയുന്നത് പുതുമനുഷ്യൻ. സഭയെന്ന് പറയുന്നത് പഴയ മനുഷ്യരുള്ളതല്ല. കഴിഞ്ഞ ലേഖനത്തിൽ പഠിച്ചല്ലോ, അഗ്രഹർമ്മമല്ല, പരിച്ഛേദനയല്ല, പുതിയ സൃഷ്ടി. അപ്പം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പുതുമനുഷ്യൻ. സഭയൊരു പുതുമനുഷ്യൻ, ഇസ് എ ന്യൂ മാൻ. പുതുക്കം പ്രാപിച്ചു സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതിയ മനുഷ്യൻ, അവനെ ധരിക്കുക. 5-ാം അധ്യായത്തിൽ മണവാട്ടി സഭ 5:31-32 വാക്യങ്ങളിൽ, 5-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. മണവാട്ടി ആയ സഭ. 6-ാം അധ്യായത്തില് ഒരു പോരാളിയായ സൈനികനായ സഭ, ചർച്ച് ഇസ് എ സോൾജിയർ. 6:11 നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. അപ്പൊ സർവായുധ വർഗം ധരിച്ച് പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈനികനാണ് സഭ. നമുക്ക് പോരാട്ടം ഉള്ളത്. അപ്പൊ സഭ എന്തൊക്കെയാണ്? ശരീരമാണ്, വിശുദ്ധ മന്ദിരമാണ്, മർമ്മമാണ്, പുതുമനുഷ്യനാണ്, മണവാട്ടിയാണ്, ഒരു സോൾജിയർ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് 1-ാം അധ്യായത്തിൽ പറയുന്ന ശരീരം, 2-ാം അധ്യായത്തിൽ പറയുന്ന വിശുദ്ധ മന്ദിരം, 5-ാം അധ്യായത്തിൽ പറയുന്ന മണവാട്ടി. ഈ 3 കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുകയും അത് നാം പഠിക്കുകയും ചെയ്യണം. ഈ ലേഖനം പഠിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത്, 2 കോളങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോളത്തിൻ്റെ മുകളിൽ 1 മുതൽ 3 വരെയെന്നും മറ്റേ കോളത്തിൻ്റെ മുകളിൽ 4 മുതൽ 6 വരെയെന്നും എഴുതുക. അങ്ങനെ എഴുതിയിട്ട് 4 കാര്യങ്ങളാണ് ആകെ പറഞ്ഞിരിക്കുന്നത്. 4 ഉപദേശ വിഷയങ്ങളും 4 ഉത്തരവാദിത്തങ്ങളും. അത് ഞാൻ ഇങ്ങനെ ചുരുക്കത്തിൽ പറയാം. 1-ാമത്തെ കാര്യം, കൃപയാൽ ദൈവം പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി. അത് ദൈവം ചെയ്തൊരു കാര്യമാണ്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 23 വരെ, അല്ലെങ്കിൽ 1-ാം അധ്യായം മുഴുവൻ നമ്മോട് പറയുന്നത് ദൈവം എങ്ങനെ കൃപയാൽ നമ്മളെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി. കൃപയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നാം നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് തിരിച്ചറിയേണ്ട കാര്യം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെയുണ്ട്. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായി ഐക്യതയിൽ നടക്കണം. വാക്ക് ഇൻ യൂണിറ്റി. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. വിളിച്ച വിളിക്ക് യോഗ്യമായിട്ട് നടക്കണം. അത് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ കാര്യം, ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, എന്നാൽ ദൈവം കൃപയാൽ നമ്മളെ ഉയർപ്പിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. കൃപ 1-ാമത്, 2-ാമത് ഉയർപ്പിച്ചെങ്കിൽ ഉത്തരവാദിത്തം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പറയുമ്പോൾ ഉയർപ്പിൻ്റെ ജീവനിൽ വിശുദ്ധിയിൽ നാം നടക്കണം. വാക്ക് ഇൻ പ്യൂരിറ്റി. 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 5:17 വരെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവന് പിന്നെ പാപം ചെയ്യാൻ അവസരമില്ല. അതുകൊണ്ട് നാം ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ വിശുദ്ധിയിൽ നടക്കണം. 3-ാമത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണേണ്ടത്, ഈ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ, കൃപയാൽ നമ്മളെ ജീവിപ്പിച്ചപ്പോൾ അവൻ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. നടുച്ചുവരൊക്കെ നിരപ്പാക്കി കളഞ്ഞിട്ട് എല്ലാ പക്ഷങ്ങളെയും ഒന്നാക്കി. ഇനി യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവരെയും ഒന്നാക്കി. വേർപാടിൻ്റെ ചുവരുകളെല്ലാം നമ്മളിപ്പോൾ പിന്നെയും വേർപാടിൻ്റെ ചുവരുകൾ പണിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇടിച്ച് ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതാണ് 2:11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഡോക്ടറിനലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം സ്നേഹത്തിൽ ഒന്നായി ചേർന്ന് നടക്കണം.
വാക്ക് ഇൻ ഹാർമണി 5:18 മുതൽ 6:9 വരെ ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമതായിട്ട് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ യേശു സാത്താൻ്റെ തന്ത്രങ്ങളെല്ലാം ജയിച്ചു. എന്നിട്ട് യഥാർത്ഥ യേശു, ജയാളിയായ യേശു, ദൈവപുത്രനായ യേശു തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതാണ് 3-ാം അധ്യായത്തിൽ മുഴുവൻ 3:1 മുതൽ 21 വരെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4-ാം അധ്യായം മുതൽ പറയുന്ന ഭാഗത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ജയത്തിൽ നിന്ന് വീണു പോകാതെ ജയാളികളായിട്ട് നാം നടക്കണം. 6:10 മുതൽ 24 വരെ ആ കാര്യമാണ് പറയുന്നത്. വാക്ക് ഇൻ വിക്ടറി. അപ്പം അതുകൊണ്ട് നാം 4 തരത്തിൽ നടക്കണം. വാക്ക് ഇൻ യൂണിറ്റി, വാക്ക് ഇൻ പ്യൂരിറ്റി, വാക്ക് ഇൻ ഹാർമണി ആൻഡ് വാക്ക് ഇൻ വിക്ടറി. നാം ഐക്യതയിൽ നടക്കണം, വിശുദ്ധിയിൽ നടക്കണം, ഒന്നായി ചേർന്ന് സ്നേഹത്തിൽ നടക്കണം, ജയാളികളായിട്ട് നടക്കണം. അതിൻ്റെ കാരണം ദൈവം കൃപയാൽ നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നമ്മളെ ഒന്നാക്കി, നമ്മെ ജയത്തിൽ പങ്കാളികളാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ തരത്തിൽ ജീവിക്കുക എന്നാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത്, ഈ ലേഖനം നമ്മോട് പറയുന്നത്. ഈ ലേഖനം പഠിക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയാൽ നിങ്ങൾക്ക് എഫേസ് ലേഖനത്തിൻ്റെ വിശദമായിട്ടുള്ള പഠനത്തിൻ്റെ ലിങ്ക് കിട്ടും. അവിടെ ഒന്നാമത് നമ്മൾ ചെയ്തിരിക്കുന്നത് ചില ഉപദേശ വിഷയങ്ങൾ പഠിക്കാൻ ഈ പുസ്തകം വളരെ പ്രയോജനകരമാണ്. ഏതൊക്കെ ഉപദേശങ്ങളാണെന്ന് ചോദിച്ചാൽ, മുൻനിർണയം, മുന്നറിവ്. രണ്ടും ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ മുൻനിർണയം, മുന്നറിവ്, ഇത് രണ്ടും നമുക്ക് തിരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്ലീസ് ഗോ ടു ദി ഡീറ്റെയിൽസ് ഇൻ ഡിസ്ക്രിപ്ഷൻ പേജ്. അതുപോലെ വീണ്ടെടുപ്പ്, ദത്തെടുപ്പ്, പുത്രത്വം, ഇതെല്ലാം ഒരു കാര്യമല്ല. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്രത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഈ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രയോഗം ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വസിക്കണം, അവനിൽ തന്നെ ഇരിക്കണം. ഞാൻ 1-2 വാക്യങ്ങൾ വായിപ്പിക്കാം. 1:1 ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൽ, 6-ാം വാക്യം, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ, 7-ാം വാക്യം, അവനിൽ നമുക്ക്, അവനിൽ കണ്ടോ, ക്രിസ്തുവിനെ കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത്. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. 2:6 40-ലധികം പ്രാവശ്യമുണ്ട്. 2:6 ക്രിസ്തുവേശുവിൽ, 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവേശുവിൽ. കണ്ടോ, ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ആവർത്തിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് നടപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഐക്യതയിൽ നടക്കണം, സ്നേഹത്തിൽ നടക്കണം. 2:2 എങ്ങനെ പണ്ട് നടന്നു എന്ന് പറഞ്ഞു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇനി മുമ്പോട്ട് വായിക്കുകയാണെങ്കിൽ 4:1, 17, 5:2, 8, 15 വാക്യങ്ങളിലൊക്കെ എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ എന്ന പ്രയോഗം ആവർത്തിക്കുന്നുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. സ്വർഗം പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. മഹത്വം അല്ലെങ്കിൽ റിച്ചസ്, 1:6 കൃപാമഹത്വം, 18 മഹിമാധനം. റിച്ചസ് എന്നുള്ളത് മഹിമ, ധനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ്. 1:6 വായിക്കാം. നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വം. കൃപാമഹത്വം റിച്ചസ് ഓഫ് ഗ്രേസ് എന്നാണ്, കൃപയുടെ ആ സമ്പത്ത്. 1:18 മഹിമാധനം എന്ന പ്രയോഗം കാണാം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം പ്രയോഗങ്ങൾ. 2:6 കൃപയുടെ അത്യന്ത ധനം, 3:8 ക്രിസ്തുവിന്റെ അപ്രമേയ ധനം, 3:16 മഹത്വത്തിന്റെ ധനം. അപ്പോൾ നമുക്ക് ഒരുപാട് ധനം, റിച്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലേഖനത്തിൽ 2 പ്രാർത്ഥനകൾ പൗലോസ് ചേർത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയും. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് ഈ പ്രാർത്ഥനകൾ പഠിച്ചാൽ കിട്ടും. നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ അത് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ ലിങ്ക് നോക്കി കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തുക. കാരാഗ്രഹ ലേഖനങ്ങളെല്ലാം കൊണ്ടെടുത്താൽ ഫിലിപ്പി ലേഖനത്തിലും ഉണ്ട് പ്രാർത്ഥന, പൗലോസ് ലേഖനത്തിലും ഉണ്ട് പ്രാർത്ഥന. മിക്കവാറും ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. അത് ഈ ലേഖനങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 1:3 മുതൽ 11 വരെ, പൗലോസ് ലേഖനം 1:9 മുതൽ 13 വരെ. അപ്പോൾ 4 പ്രാർത്ഥനകൾ 3 ലേഖനങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. അതും എടുത്ത് പഠിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നിന്ന് പ്രധാനമായിട്ട് പഠിക്കാനുള്ള വിഷയം അല്ലെങ്കിൽ കാര്യം എന്താണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ദൈവം തൻ്റെ നാമത്തിനായിട്ട് ലോകത്തിൽ നിന്നൊരു ജനത്തെ വിളിച്ചു വേർതിരിച്ചു, അല്ലെങ്കിൽ കോൾഡ് ഔട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ.
അപ്പോസ്തല പ്രവൃത്തി 15:14 അത് പറഞ്ഞിട്ടുണ്ട്. എക്ലീഷ്യ, കോൾഡ് ഔട്ട് വൺസ്, അവരുടെ പേരാണ് സഭ. സഭയെന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന്, ജാതികളിൽ നിന്ന് ദൈവം ഒരു ജനത്തെ വിളിച്ച് വേർതിരിച്ചു. സഭയാണല്ലോ വിഷയം. അങ്ങനെയാണെങ്കിൽ ഈ വിളിയും തിരഞ്ഞെടുപ്പും എന്ന് നടന്നതാണെന്ന് ചോദിച്ചാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവഹിതപ്രകാരം സംഭവിച്ചതാണ്. 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവഹിതപ്രകാരം നമ്മെ വിളിച്ച് തിരഞ്ഞെടുത്ത് വേർതിരിച്ച് ഇങ്ങനെ ഒരു കൂട്ടമാക്കി എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ കോൾ? വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇപ്പോൾ വായിച്ചെടുത്തുണ്ടായിരുന്നു. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ഞാൻ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിലിപ്പി ലേഖനം 2:14 പറഞ്ഞിട്ടുണ്ട്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നാം അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രഹിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സഭയെന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ. അങ്ങനെ വിളിച്ച് വേർതിരിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിയത് ദൈവത്തിന്റെ ഒരു മുൻ നിർണയപ്രകാരമാണ്, ഒരു മുൻ അറിവിൻ പ്രകാരമാണ്. അവിടെയാണ് ഉപദേശം വരുന്നത്. മുൻ നിർണയം എന്താണ്, മുൻ അറിവ് എന്താണ്? അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വിളിച്ചപ്പോൾ ഒരു ഉദ്ദേശമുണ്ട്, ചുമ്മാ വിളിച്ചതല്ല. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ആഴം എന്താണെന്ന് എഫേസ്യ ലേഖനം വെളിപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വേദപുസ്തകത്തിൽ നടപ്പ്, ഞാൻ നടപ്പ് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. നടപ്പെന്ന് പറഞ്ഞാൽ അവർ ലൈഫ്, നമ്മുടെ ജീവിതം എന്നാണ് അർത്ഥം. നാം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4:1 ഇപ്പോൾ നമ്മൾ വായിച്ചിരുന്നു. എന്താ പറഞ്ഞത്? വിളിച്ച വിളിക്ക് യോഗ്യമായിട്ട് നടക്കണം. 4:17 പറഞ്ഞു, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനി നിങ്ങൾ നടക്കരുത്. എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത്? 4:17 വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 17. ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നിങ്ങളിനി നടക്കരുത്. നമ്മൾ ജ്ഞാനികളായിട്ട് വേണം ലോകത്തിൽ നടക്കാൻ. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ച്. 5:1-2 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പൊ വേറെ ആരെ അനുകരിക്കരുത്. ആരെ അനുകരിക്കണം? ദൈവത്തെ അനുകരിക്കണം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. സ്നേഹത്തിൽ നടപ്പീൻ. 5:9 പറഞ്ഞു, വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. നടപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. 5:15 പറഞ്ഞു, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. 5:15 ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഒരുപാട് വാക്യങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ നടക്കണം, നടക്കരുത്. സോ മെനി ബൈബിൾ വേഴ്സസ് ഫ്രം ദിസ് വൺ എപ്പിസിൽ. ഈ ഒരൊറ്റ ലേഖനത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഈ ജീവിതത്തിൽ, ഈ നടപ്പിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. 1 വ്യക്തിജീവിതം, 2 കുടുംബജീവിതം, 3 സഭാജീവിതം, 4 നമ്മുടെ ഔദ്യോഗിക ജീവിതം, 5 സാമൂഹിക ജീവിതം, 6 പ്രതിസന്ധികളോടുള്ള നമ്മളുടെ പ്രതികരണം, 7 പിശാചിനോടുള്ള നമ്മുടെ പോരാട്ടം, 8 ആത്മീയ ജീവിതത്തിൽ ദൈവഭക്തിക്കുള്ള സ്ഥാനം. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയമില്ലാത്തവരായിട്ടാണ് പലരും ജീവിക്കുന്നത്. ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിന് ഞാൻ നേരത്തെ 4 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. വോക്ക് ഇൻ യൂണിറ്റി, പ്യൂരിറ്റി, ഹാർമണി, വിക്ടറി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അത് ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമത് നാം ഐക്യതയിൽ നടക്കണം. വോക്ക് ഇൻ യൂണിറ്റി. 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 16 വാക്യങ്ങൾ അതേക്കുറിച്ചാണ് പറയുന്നത്. സഭ ആണല്ലോ വിഷയം. സഭ ഒരു ശരീരവും ഒരു മന്ദിരവുമാണ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സഭയ്ക്ക് ഒരുപാട് നിർവചനങ്ങൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ശരീരമാണ്, ഒരു മന്ദിരമാണ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 1-2 അധ്യായത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ശരീരത്തിനും
ഒരു മന്ദിരത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതം ഐക്യത. ഒരുമിച്ച് ചേർന്നിരിക്കണം. ശരീരം ഒന്നായി ചേർന്നിരിക്കണം. ഒരു കെട്ടിടം ഒന്നായി ചേർന്നിരിക്കണം. ഐക്യത. അതെങ്ങനെയാണ് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ പറഞ്ഞത്. ആത്മാവിൻ്റെ ഐക്യതയ്ക്ക് അത് കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ള കൃപ എങ്ങനെ ഉപയോഗിക്കണം? പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ, പരസ്പരം വഴക്കുണ്ടായാൽ പൊറുക്കുക, എല്ലാവരോടും ഐക്യത കാക്കാനായിട്ട് ശ്രമിക്കുക, സമാധാനബന്ധം കാത്തു സൂക്ഷിക്കുക. ആദ്യത്തെ 3 വാക്യങ്ങളിലുണ്ടെന്ന് വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ദീർഘക്ഷമയോടെ നടക്കുക. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്രമിക്കുക എന്ന് പറഞ്ഞ പദമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രമിക്കണം, ഓട്ടോമാറ്റിക് അല്ല. ശ്രമിക്കുക. ഓക്കെ, കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പൊ അത് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ആത്മാവിന്റെ ഐക്യതയുടെ അടിസ്ഥാനം ആണ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, പ്രത്യാശ ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അങ്ങനെയാണെങ്കിൽ ഒന്നായി ചേർന്ന് നടക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മീയ ഐക്യത്തിനായിട്ട് ദൈവം സഭയ്ക്ക് ചില ദാനങ്ങൾ, ചില ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. 4:11 അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ആ വാക്യം വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ്. എല്ലാവരും ഒന്നായി ചേർന്ന് യഥാസ്ഥാനപ്പെട്ട് ക്രിസ്തുവിൻ്റെ തലയോളം എല്ലാവരും വളരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ആത്മീയ ഐക്യത എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ്. അതിനകത്ത് ഈ ആടി ഉലയാൻ പാടില്ല. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയാൻ പാടില്ല. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എല്ലാ അവയവങ്ങളും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ആ സ്നേഹത്തിൻ്റെ വർധനവ് ഉണ്ടാകണം. അങ്ങനെ മാത്രമേ ഐക്യതയിൽ നടക്കാനായിട്ട് കഴിയുകയുള്ളൂ. രണ്ടാമത് 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 5:17 വരെ വിശുദ്ധിയിൽ നടക്കുക, വോക്ക് ഇൻ പ്യൂരിറ്റി എന്ന കാര്യമാണ് പറയുന്നത്. ഐക്യത വന്നു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധിയിലേക്കാണ് പോകേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം ജാതികളെ പോലെ നടക്കരുത്. നേരത്തെ വായിച്ചിരുന്നു. അന്ധബുദ്ധികളായി, അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ച് അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുകയും ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യരുത്. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അതുണ്ട്. അതിന് പകരം എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് 24-ാം വാക്യത്തിൻ്റെ ബേസിൽ പറയുകയാണ്, നാം ഒരു പുതിയ സൃഷ്ടി ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരണം. 4:24 വായിക്കാം. 4:24 നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ ബോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. അപ്പൊ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാം പുതുതായി തീർന്നെങ്കിൽ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരണം. വേറെ മാതൃകകളൊന്നും പാടില്ല. ലേൺ ക്രൈസ്റ്റ് എന്നവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനല്ല ക്രിസ്തുവിനെ പഠിച്ചത്. പല ആളുകളും ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ ലേൺ എബൌട്ട് ക്രൈസ്റ്റ് എന്നല്ല, ലേൺ ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തു ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ ഒഴിവാക്കണം. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വായിച്ചത്, ഭോഷ്ക്, കോപം, കളവ്, ആത്മീയവർദ്ധന വരുത്താത്ത വാക്കുകൾ, കയ്പ്, മറ്റു ദുർഗുണങ്ങൾ എല്ലാം നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകണം. പാപത്തിന് ഒരു ഇടയും നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് പറഞ്ഞിട്ടുണ്ട് 4:27. പിശാചിനിടം കൊടുക്കരുത്. വായിച്ചാട്ടെ. 4:20 ഇടം കൊടുക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. 4:30 പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. പിശാചിനിടം കൊടുത്താൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അതിനിടയാകരുത്. അതിന് പകരം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ പ്രിയമക്കൾ എന്നപോലെ ദൈവത്തെ അനുകരിക്കണം. ആകയാൽ പ്രിയമക്കൾ എന്നപോലെ ദൈവത്തെ അനുകരിക്കുക. നമ്മൾ അനുകരിക്കാനുള്ള ഏറ്റവും ഉന്നതമായ മാതൃക ദൈവത്തിൻ്റെയാണ്, ക്രിസ്തുവിൻ്റെയാണ്. അതുകൊണ്ട് സ്നേഹത്തിൽ നടക്കുക, ദൈവത്തെ
അനുകരിക്കുക. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ നടക്കണം. ദൈവം വെളിച്ചമാണ്, താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ടാണ് വെളിച്ചത്തിൽ നടക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദൈവം സത്യമാണ്, അതുകൊണ്ടാണ് ജ്ഞാനികളായിട്ട് നടക്കണമെന്ന് പറഞ്ഞത്. 5:2 സ്നേഹത്തിൽ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5:9 വായിച്ചേ. ദൈവം വെളിച്ചമായതുകൊണ്ട് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുക. വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കണം. ദൈവം സത്യമായതുകൊണ്ട് 15-ാം വാക്യത്തിൽ പറഞ്ഞു. 15-ാം വാക്യം, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുക. സത്യം ഗ്രഹിച്ചാൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടക്കണം. മൂന്നാമതായിട്ട് നമ്മൾ 5:18 മുതൽ 6:9 വരെ വായിക്കുമ്പോൾ വോക്ക് ഇൻ ഹാർമണി, സ്നേഹത്തിൽ ഒന്നായി ചേർന്ന് നടക്കുക എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിൽ ഒന്നായി ചേർന്ന് നടക്കണമെങ്കിൽ എന്ത് വേണം? ആത്മനിറവ് വേണം. അതുകൊണ്ടാണ് 5:18 മുതൽ 21 വരെ വായിക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി. ആ വാക്യങ്ങൾ വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും. അവിടെ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ബി കണ്ടിന്യൂസ്ലി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. ആത്മാവ് നിറഞ്ഞവരായി കൊണ്ട് തന്നെ ഇരിക്കുക. അല്ലാതെ നമ്മൾ സാധാരണ ഇങ്ങനെ പെന്തക്കോസ്ത് കോളത്തിലൊക്കെ ചോദിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, എല്ലാം ഓക്കെ, യെസ് എന്ന് കിട്ടിയാൽ പിന്നെ ഓക്കെ, അങ്ങനല്ല. അപ്പോൾ എത്ര പ്രാവശ്യം ആത്മാവ് നിറയണം? ബി കണ്ടിന്യൂസ്ലി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിരന്തരം നിറയാന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിലാകുക എന്നാണ്. ആത്മാവിൻ്റെ നിയന്ത്രണം തന്നെ ആയിരിക്കണം. അതിനാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. വീഞ്ഞു കുടിക്കുന്ന ആൾ ഒറ്റ പ്രാവശ്യം കുടിക്കുകയുള്ളൂ. അല്ല, അവൻ നിരന്തരം അത് കുടിച്ച് അതിന് അടിമയായി പോകുന്നത് പോലെ നിരന്തരം ആത്മാവിൻ്റെ നിറവിൽ ആകണം. അങ്ങനെ ആത്മാവിൻ്റെ നിറവുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അന്യഭാഷ പറഞ്ഞു എന്നുള്ളതല്ല, ഏകവും പ്രത്യക്ഷവുമായിട്ട് അന്യഭാഷയാണെന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് വായിക്കാം, ആ വാക്യങ്ങൾ വായിക്കാം. ആത്മാവ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. അപ്പൊ അതിന്റെ അർത്ഥം യു വിൽ ബി ജോയ്ഫുൾ. കണ്ടോ, സന്തോഷം ഒക്കെ എപ്പോഴും ഉണ്ടാവും. ഒന്നുകൂടെ വായിക്കാണോ? വാക്യം വായിക്കുകയാണെങ്കിൽ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. ഉള്ളിൽ ആവശ്യം വരുമ്പം സന്തോഷമുള്ളപ്പോഴാണ് യു വിൽ ബി ജോയ്ഫുൾ. അതാണ് ഒരു തെളിവ്. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും, അതെല്ലാം സന്തോഷത്തിന്റെ ഭാഗമാണ്, കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. നന്ദി, താങ്ക്ഫുൾ, നോട്ട് ഓൺലി ജോയ്ഫുൾ ബട്ട് ഓൾവേസ് താങ്ക്ഫുൾ ഫോർ എവറിത്തിങ്. സംഭവിക്കുന്ന എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ചിലതിനൊക്കെ നന്ദി, ചിലതിനൊന്നും നന്ദിയില്ല എന്നല്ല, എല്ലാത്തിനും. ഇതാണ് ആത്മനിറവിന്റെ ലക്ഷണം. ഒരു വാക്യം കൂടെ ഉണ്ട്. അതെന്താണ്? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പം സബ്മിസീവ്, കീഴ്പ്പെടുന്നവരായിരിക്കും, ഒന്നിനും വിധേയപ്പെടാത്തവരല്ല. ഇനി മൂപ്പന്മാരുടെ ലേഖനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട് വിധേയപ്പെടാത്ത വഴങ്ങാത്ത ചിലരുണ്ടല്ലോ. അങ്ങനെ വഴങ്ങാതിരിക്കുകയല്ല, സന്തോഷമുള്ളവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും, കീഴ്പ്പെടുന്നവർ. അതാണ് ആത്മനിറവിന്റെ ലക്ഷണം. മനസ്സിലായോ? ജോയ്ഫുൾ, താങ്ക്ഫുൾ, സബ്മിസീവ്. ഇതാണ് ടെസ്റ്റ്. ആൻഡ് യുവർ ലൈഫ് വിൽ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും, അല്ലാതെ ഒരു ഭീഷണിയോ പേടി സ്വപ്നമോ ഒന്നും ആയിരിക്കുകയല്ല. നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്കൊരു സന്തോഷം, മനസ്സിനൊരു തണുപ്പ്, ആളുകൾക്ക് നിങ്ങളൊരു അനുഗ്രഹം. ഇതാണ് ആത്മനിറവിൻ്റെ ലക്ഷണം. ഏത് ഭാഷ പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആർ യു എ ബ്ലെസ്സിങ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ സന്തോഷമുള്ളവരും നന്ദിയുള്ളവരും കീഴ്പ്പെടുന്നവരുമാണോ? എന്തിനാ കീഴ്പ്പെടേണ്ടതെന്ന് തുടർന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടണം. അതുകൊണ്ട് നമ്മളവിടെ സ്നേഹത്തിൽ ഒന്നായി ചേർന്ന് നടക്കുക എന്നുള്ളത് വായിക്കുമ്പോൾ 22-ാം വാക്യത്തിൽ ഭാര്യമാരോട് പറഞ്ഞു നിങ്ങളെങ്ങനെ കർത്താവിന്. ആ 22-ാം വാക്യം ഒന്ന് വായിച്ചാൽ കർത്താവിന് എന്ന പോലെ. ഭർത്താക്കന്മാരോട് പറഞ്ഞു 25-ാം വാക്യത്തില് ഭർത്താക്കന്മാരെ ക്രിസ്തുവും. കണ്ടോ, കർത്താവിന്റെ ആ കർത്തൃത്വത്തിന് ഭാര്യമാർ കീഴ്പ്പെടണം, ഭർത്താക്കന്മാര് കീഴ്പ്പെടണം. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് മക്കളോട് പറയുകയാണ്. 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. കർത്താവിൽ. കണ്ടോ, അവിടെ കർത്താവിന്റെ കർത്തൃത്വത്തിനാണ് പ്രാധാന്യം. 4-ാം വാക്യത്തിൽ മാതാപിതാക്കന്മാരോട് പറയുകയാണ് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷ. അവിടെ എല്ലാം കർത്താവുണ്ട്. നമ്മൾ ആ വാക്കങ്ങ് എടുത്തു കളയും അല്ലേ? കർത്താവിനെ അങ്ങ് എടുത്തു കളഞ്ഞിട്ടാണ് ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കൾ. പക്ഷെ ഇവിടെ എല്ലാം കർത്താവുണ്ട്. ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മാതാപിതാക്കന്മാരെല്ലാം കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടാൽ പ്രശ്നം തീരും. കീഴ്പ്പെടാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ആത്മനിറവുള്ളവരാണെങ്കിൽ കീഴ്പ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ആർക്ക് കീഴ്പ്പെടണം? യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടണം. തീർന്നില്ല. ജോലിക്കാർ,
6:5 ജോലിക്കാരോട് പറയുകയാണ്, ഓക്കെ, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ. കണ്ടോ, ജോലിക്കാരും ഞാൻ ക്രിസ്തുവിനെയാണ് സേവിക്കുന്നതെന്ന് വിചാരിക്കണം. യജമാനന്മാരോട്, മുതലാളിമാരോട് പറയാണ് 9-ാം വാക്യത്തിൽ, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും. നിങ്ങൾക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇവരെല്ലാം യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടണം. അങ്ങനെ അതാണ് ആത്മനിറവിന്റെ ലക്ഷണം. മനസ്സിലാവുന്നുണ്ടോ? ആത്മനിറവുണ്ട്, അതുകൊണ്ട് ഞാൻ ആർക്കും കീഴ്പ്പെടുകയില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ആത്മനിറവിന്റെ ലക്ഷണം. ജോയ്ഫുൾ, താങ്ക്ഫുൾ, സബ്മിസീവ് ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് എല്ലാവരും കീഴ്പ്പെടണം. ഇപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞല്ലോ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കന്മാർ, ജോലിക്കാർ, മുതലാളിമാർ, എല്ലാവരും കർത്തൃത്വത്തിന് കീഴ്പ്പെടണം. അപ്പോൾ മാത്രമേ ഒന്നായി ചേർന്ന് സ്നേഹത്തിൽ നമുക്ക് നടക്കാൻ കഴിയുള്ളൂ. 4-ാമതായിട്ട്, അവസാനമായിട്ടും ജയാളികളായിട്ട് നടക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 6:10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വോക്ക് ഇൻ വിക്ടറി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിക്കളമല്ല, ഒരു യുദ്ധക്കളമാണ്. അതുകൊണ്ടാണ് 12-ാം വാക്യത്തിൽ പറഞ്ഞത് നമുക്ക് പോരാട്ടം ഉണ്ട്. വായിക്കാം. നമുക്ക് പോരാട്ടം ഉള്ളത്. നമുക്ക് പോരാട്ടമുണ്ട്. നമ്മൾ എന്തിനാ പോരാടുന്നത്? ജയിക്കാനല്ല. നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തു ജയാളിയാണ്. നമുക്ക് ആ ജയത്തിൽ പങ്കാളിത്തമുണ്ട്. ആ ജയത്തിൽ തുടരാനാണ്. വി ആർ ഫൈറ്റിംഗ് ടു റിമെയിൻ ഇൻ വിക്ടറി, നോട്ട് ടു ഗെറ്റ് വിക്ടറി. കർത്താവ് നമുക്ക് ജയം തന്നിരിക്കുകയാണ്. അവൻ ജയാളിയാണ്. ആ ജയത്തിൽ നമ്മളെ തെള്ളി താഴെയിടാതെ ജയത്തിൽ തന്നെ തുടരാൻ വേണ്ടിയാണ് പോരാടുന്നത്. കാരണം നമ്മളെ ജയത്തിൽ നിന്ന് തള്ളിയിടാൻ ശത്രു ശ്രമിക്കും. അതുകൊണ്ട് ശത്രുവിനെ തിരിച്ചറിയണം. ശത്രുവിനെ തിരിച്ചറിഞ്ഞെങ്കിലല്ലേ പോരാടാനൊക്കെ ഉള്ളൂ. ആരാ നമ്മുടെ ശത്രു? അപ്പോൾ എല്ലാവരും പിശാചെന്നും പറഞ്ഞായിരിക്കുന്നത്. പിശാച് മാത്രമല്ല, പിശാചുണ്ട്, ലോകമുണ്ട്, ജഡമുണ്ട്. പിശാചിനോട് പോരാടണം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തിലുള്ള ഒരുപാട് നീഡുകൾ വന്നിട്ട് നമ്മളെ ആകർഷണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്നേഹിക്കാനുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ പോരാടിയിട്ട് കാര്യമില്ല. ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസം തന്നെ. വിശ്വാസത്താലേ ജയിക്കാൻ പറ്റുള്ളൂ. ജഡം നമ്മുടെ പുറകെ വരുമ്പോൾ ജഡമോഹങ്ങളെ, ദുർനടപ്പ് മുതലായ ജഡമോഹങ്ങളെ വിട്ട് ഓടണം. ഫ്ലീ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് വിട്ടോടണം. എല്ലാത്തിനും പോരാട്ടമല്ല. അതുകൊണ്ട് വിട്ടോടേണ്ടതിനെ വിട്ടോടണം. വിശ്വാസത്താൽ ജയിക്കേണ്ടതിനെ വിശ്വാസത്താൽ ജയിക്കണം. പോരാടേണ്ടതിനോട് പോരാടണം. പിശാച്, ലോകം, ജഡം. പക്ഷെ ഏതിനാണെങ്കിലും ആയുധം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക. എന്താ ഈ സർവായുധവർഗം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവാണ് സർവായുധവർഗം. അതിനകത്തുള്ള പീസസ് നോക്കിയാൽ മതി. സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം, പ്രാർത്ഥന. ഇതെല്ലാം യേശുക്രിസ്തുവാണ്. സത്യം യേശുക്രിസ്തുവാണ്. നീതി, അവനാണ് എൻ്റെ നീതി, അവനാണ് എൻ്റെ സമാധാനം. അവൻ്റെ വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. അവനെനിക്ക് രക്ഷയായി തീർന്നു. വചനം ജഡമായി തീർന്നതാണ് യേശു. അവനാണ് പ്രാർത്ഥനയുടെ മാതൃക എനിക്ക് തന്നതുകൊണ്ട്. സോ പുട്ട് ഓൺ ക്രൈസ്റ്റ്. സർവായുധവർഗം ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിക്കുക എന്നാണ് അർത്ഥം. പിന്നെ ഒരു കാര്യം പിന്നെയും എടുത്തു പറഞ്ഞു, 18-ാം വാക്യം, 6:18, സകല പ്രാർത്ഥനയാലും പ്രാർത്ഥനയുടെ പ്രാധാന്യം. ഈ പോരാട്ടം അതുപോലെ തന്നെ ജയമൊക്കെ പ്രധാനമായിട്ട് നടക്കുന്നത് പ്രാർത്ഥനയുടെ തലത്തിലാണ്. വായിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പൊ ഏത് നേരത്തും സകല പ്രാർത്ഥനയാലും എന്ന് പറഞ്ഞാൽ ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രെയർ എന്ന് അതിൻ്റെ അർത്ഥം. എല്ലാ ദിവസവും ഒരേ തരത്തിൽ ഉള്ള പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. അറിയാമല്ലോ, ഞാൻ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രെയറിൻ്റെ ഡീറ്റെയിൽസ് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. പ്രാർത്ഥന പലതരത്തിലാണ്. യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം, ആരാധന, മധ്യസ്ഥത, ഇങ്ങനെ ഏറ്റുപറച്ചിൽ, 7 തരത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സകല പ്രാർത്ഥനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായിട്ട് ജാഗരിച്ചും അതിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും ചെയ്തിട്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും. അത് നമ്മൾ വേറൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ജീവിതചര്യയിൽ നാം ഏകരല്ല. പലരും കരുതുന്നത് ഞാൻ ഏകാന്ത പതികനാണെന്നാണ്. അല്ല, നമ്മുടെ കൂടെ അനേകരുണ്ട്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യണം, സഹായിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, വീഴുന്നവരെ താങ്ങണം, തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായിട്ട് നടന്ന് മുന്നേറണം. അങ്ങനെ ഒരു വിളിയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് സഭയിൽ നാം എത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് തീർന്നില്ല. അവിടെ ഒരു യാത്ര തുടങ്ങുകയാണ്. ഈ യാത്ര മുമ്പോട്ട് ധീരമായിട്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെ നയിക്കുവാനായിട്ട് ഐക്യതയിലും സ്നേഹത്തിലും നമ്മൾ വിശുദ്ധിയിലും
ജയത്തിലും മുന്നോട്ട് നടന്നു നീങ്ങുവാനായിട്ട് പരിശുദ്ധാത്മാവും ദൈവവചനവും നമ്മളെ ശക്തീകരിക്കും. ഈ പഠനം അതിന് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ.